അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ആറാമത്തെ വിഭാഗത്തിനെ കുറിച്ച് മുത്തായ നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാ, അവരുടെ വയറുകളുണ്ടല്ലോ, അവർ മഹ്ശറുടെ തിരുമുറ്റത്തോട്ട് എഴുന്നേറ്റ് വരുന്ന സമയത്തുണ്ടല്ലോ, അവരുടെ വയറിന്റെ അകത്ത് നരകത്തിന്റെ തീയാ, നരകത്തിന്റെ ആരവങ്ങളാ. റളിയല്ലാഹു തആല ചോദിക്കുകയാ, അവരാരാണ് യാ റസൂലല്ലാഹ്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുക, അവരാരെന്നറിയുമോ? നാളെ മഹ്ശറുടെ തിരുമുറ്റത്തോട്ട് കടന്നു വരുമ്പോ അവരുടെ വയറിന്റെ അകത്ത് നരകത്തിന്റെ തീയുമായി കൊണ്ട് കടന്നു വരുന്നതാരാ? യതീമക്കളുടെ സ്വത്തുണ്ടല്ലോ കഴിക്കുന്ന ആളുകളാണോ? പാവപ്പെട്ട യതീമായ മക്കളുണ്ടല്ലോ, പ്രിയപ്പെട്ട ഉപ്പയില്ലാത്ത പൊന്നുമക്കളുണ്ടല്ലോ, ആ യതീമായ മക്കളുടെ പണമുണ്ടല്ലോ, അവരുടെ വസ്തുവുണ്ടല്ലോ, സ്വന്തം കൈശേലാക്കിക്കൊണ്ട് ജീവിക്കുന്നവരാണോ? നാളെ മഹ്ശറുടെ മുറ്റത്തോട്ട് കടന്നു വരുമ്പോ നരകത്തിന്റെ തീയാ, നരകത്തിന്റെ ആരവങ്ങളാ. യതീമായ പാവപ്പെട്ട മക്കള്, അവർക്ക് അവകാശപ്പെട്ട സ്വത്തുകള് നമ്മൾ അപഹരിച്ച് ജീവിക്കുന്ന ആളുകളാണോ നിങ്ങളെങ്കിൽ പ്രിയപ്പെട്ടവരെ, നാളെ മഹ്ശറുടെ മുറ്റത്തോട്ട് കടന്നു വരുന്ന ആറാമത്തെ വിഭാഗമാ. ഈ 12 വിഭാഗം കടന്നു വരുമ്പോ ഇതിൽ 11 നരകത്തിലാ. അല്ലാഹുവേ, ഞാൻ 12ാമത്തെ വിഭാഗത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാഹ്. നിങ്ങൾ നല്ല പഠിച്ചു വെക്കണം. ഇവിടെ വന്നിരുന്നിട്ട് വെറുതെ എന്തൊക്കെ കേട്ടുപോയിട്ട് കാര്യമില്ല. ഈ 11 വിഭാഗം എന്താണ് നമ്മൾ മനസ്സിലാക്കണം. ആറാമത്തെ വിഭാഗത്തിനെ കുറിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, യതീമായ മക്കളുടെ, പാവപ്പെട്ട യതീമക്കളുടെ പണം ആരാണോ കഴിക്കുന്നത് അവരാണ് പ്രിയപ്പെട്ടവർ. നമ്മുടെ വീടിന്റെ അപ്പുറത്ത് യതീമായ മക്കളുണ്ട്, നമ്മൾ പരിഗണിക്കണം. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഈ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം എടുത്തു നോക്കിയ സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും, യാക്കൂബ് നബിന്റെ കണ്ണിന്റെ കാഴ്ച പോയിട്ടുണ്ട്. നിങ്ങൾക്ക് പറയാൻ കഴിയോ എന്തുകൊണ്ടാണ് യാക്കൂബ് നബിന്റെ കണ്ണിന്റെ കാഴ്ച പോയത്? എന്തുകൊണ്ടാ? ആരെങ്കിലും ഒരാൾ പറയാൻ നമ്മൾക്ക് പഠിച്ചൊരു വർത്താനുള്ളത്, യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന പ്രിയപ്പെട്ട പൊന്നുമോന് കാണാതായ സമയത്ത് മുതലാണ് യാക്കൂബ് നബിന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയത്. കരഞ്ഞുകൊണ്ട് അങ്ങനെ നഷ്ടപ്പെട്ടതാണെന്ന് നമ്മുടെ നാട്ടിലുള്ള ആളുകളൊക്കെ വിചാരം. അങ്ങനെയല്ല. എന്താണ് യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടാനുള്ള കാരണം എന്താ? മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ വീടിന്റെ അകത്ത് ഒരിക്കൽ ഒരാടിനറുത്ത് തന്റെ മക്കളുമായി കൊണ്ട് ഭക്ഷിച്ചു. പക്ഷെ തൊട്ടപ്പുറ വീട്ടിന്റെ അകത്തുള്ള യതീമായ പ്രിയപ്പെട്ട പൊന്നുമോനെ പരിഗണിച്ചില്ല എന്നൊരൊറ്റ കാരണത്താലാണ് അള്ളാഹു എടുത്തു കളഞ്ഞു. പ്രവാചകനാണെന്നുള്ള ഒരു പദവി അവിടെ കൊടുത്തില്ല. യതീമക്കളെ പരിഗണിക്കാത്ത ഒരൊറ്റ കാരണത്താലാണ് മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കണ്ണിന്റെ കാഴ്ച എടുത്തു കളഞ്ഞത്. യതീമായ പാവപ്പെട്ട പ്രിയപ്പെട്ട പൊന്നുമോൻ വിശന്നുകൊണ്ട് കിടക്കുന്നുണ്ട് ആ വീടിന്റെ അകത്ത്. അവരെ പരിഗണിക്കാത്ത ഒരൊറ്റ കാരണത്താലാണ്. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ, നമ്മുടെ നാടിന്റെ അകത്ത്, നമ്മുടെ വീടിന്റെ പുറത്ത് യതീമായ മക്കളുണ്ടോ? അവരുടെ തലയിൽ പോയിട്ടൊന്ന് കൈവെക്കണം പ്രിയപ്പെട്ടവരെ. തലയിൽ പോയി കൈവെക്കാൻ അങ്ങനെ, അവരുടെ മുടി എത്രയാണുള്ളത് അവിടെ പോയിക്കൊണ്ട് തലയിൽ ഇങ്ങനെ കൈവച്ചാൽ പോലും പ്രിയപ്പെട്ടവരെ നമ്മുടെ കൈകളെ കൊണ്ട് ചെയ്തു പോയ പാപങ്ങള് അല്ലാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെട്ടു തരുമെന്ന യതീമായ മഹാനായ ജഅഫർ റളിയല്ലാഹു തആല അൻഹു മുഅ്തദ് യുദ്ധത്തിൽ വിട പറഞ്ഞു പോയ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ അസ്മാ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വീടിനകത്തോട്ട് കടന്നു വരാം. പ്രിയപ്പെട്ട ഭർത്താവ് നോമ്പ് നോറ്റിട്ടാണ് യുദ്ധത്തിന് വേണ്ടി കടന്നു പോയത്. യുദ്ധം കഴിഞ്ഞ് സ്വഹാബാക്കളെല്ലാം തിരികെ വരുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തും കടന്നു വരുമ്പോൾ ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കൾ ഓടി വരികയാണ് ഉപ്പാനെ ചോദിച്ചിട്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജഅഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കളുടെ തലയിൽ ഇങ്ങനെ കൈവെക്കാൻ പ്രിയപ്പെട്ട മഹദിയായ അസ്മാ ബീവിക്ക് മനസ്സിലായി ജഅഫർ തങ്ങൾ ലോകത്തിനോട് വിട പറഞ്ഞു പോയിട്ടുണ്ട്. മക്കൾ യതീമായ മക്കളുടെ തലയിൽ നമ്മൾ ഇങ്ങനെ കൈവച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈകളെ കൊണ്ട് ചെയ്തു പോയ സർവ്വ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെട്ടു തരും. യതീമക്കൾ നമ്മുടെ വീടിന്റെ അപ്പുറത്തുണ്ടോ, നമ്മളെ കൊണ്ടുള്ള സഹായങ്ങൾ നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നസീബാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബാ നബി